തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ചർച്ച ശക്തമായിരിക്കുമ്പോഴാണ് CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. പാർട്ടി വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും 2019 ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് CPM നേതാക്കൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. എന്നാൽ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നതാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇതാര് യോഗത്തിൽ പറയുമെന്നതാണ് ചോദ്യം. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിനോടൊപ്പം കണ്ണൂർ, ആലപ്പുഴ ഉൾപ്പെടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയും നേതൃത്വം ഗൗരവമായിട്ടാണ് കാണുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ നയസമീപനങ്ങളിലും ആത്മപരിശോധനയും തിരുത്തലും വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലെ തിരുത്തലും പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാണ്. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതടക്കം ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. സർക്കാരിന്റെയും സംസ്ഥാന നേതൃത്വത്തിനും പറയാനുള്ളത് കേട്ട ശേഷം കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കാം. K രാധാകൃഷ്ണന് പകരം മന്ത്രി വേണമെന്ന കാര്യവും നേതൃയോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കാം. ജനം, തിരുവനന്തപുരം.